ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നാഷണൽ ഡേ പ്രമാണിച്ച് ഇന്ന് അബുദാബി സിറ്റിയിൽ പോവാണ്. പോണ വഴി എൻ്റെ ഫ്രണ്ടിനെയും വിളിക്കാണ്ട്, അവളുടെ ബർത്ത്ഡേയും കൂടെ ആട്ടോ ഇന്ന്. അപ്പോൾ അവളെയും വിളിക്കാനുണ്ട്, കാക്കാനെയും വിളിക്കാനുണ്ട്. ആദ്യം കാക്കാനെ വിളിച്ചിട്ടാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോകുന്നത്. അവൾ അബുദാബി തന്നെയാണ്, അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവളെ വിളിച്ച് അതുവഴി അങ്ങനെ അങ്ങോട്ട് പോവാ ചെയ്യാം. സത്യത്തിൽ എനിക്കറിയില്ല, കാക്കറിയില്ല നമ്മൾ അബുദാബിയിൽ എവിടെയാണ് പോകണമെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഇതിക്ക് മുമ്പ് കഴിഞ്ഞ തവണ മുമ്പത്തെ തവണ ഒന്നും ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോണ വഴി റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില വണ്ടികളുമൊക്കെ ഇങ്ങനെ സ്റ്റിക്കറും ആ നൂല് പോലെ തൂങ്ങി കിടക്കുന്ന സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പൈസ കൊടുത്തിട്ട് ചെയ്യിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ അബുദാബിയിൽ അവിടെ സിറ്റിയിലെത്തി പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഈ സാധനം കടിക്കാനായിട്ട് ഇത് പൈസ കൊടുത്ത് ചെയ്യിച്ചതല്ല, അല്ലാണ്ട് നമ്മൾ ഈ സ്പ്രേ ഒക്കെ ചെയ്യണ പോലെ ഒരു സാധനമാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോണത് അൻസിയുടെ അടുത്താണ്. ഫ്രണ്ട് പേര് അൻസി എന്നാണ്. അവളെ പിക്ക് ചെയ്യാനാണ് പോണത്. അവളുടെ റൂമിൻ്റെ താഴെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളെ വിളിച്ചിട്ട് വേണം ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ആളുടെ വേറൊരു ഫ്രണ്ടാട്ടോ. അപ്പോൾ ആൾ കുറേ പറഞ്ഞു വന്നില്ല റൂമിൽ പോകാനെന്ന്. പക്ഷേ ആളെ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് നമ്മൾ നേരെ അബുദാബി സിറ്റിയിൽ പോയി അവിടുത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അൻസി അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രണ്ട് അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ റൂമിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വേണ്ട പോകേണ്ട പറഞ്ഞു. കാരണം അത്രയ്ക്കും അടിപൊളി പ്രോഗ്രാമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. റോട്ടിലൊക്കെ നമുക്ക് ഗ്ലാസ് ഒന്നും താത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്ലാസ് താത്തി അപ്പോൾ ഈ അറബി പിള്ളേരൊക്കെ വന്നിട്ട് മുത്തേക്കൊക്കെ ആ സാധനങ്ങളൊക്കെ അടിക്കുകയാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങളുടെ മീത്തൊക്കെ ഫുള്ളായി. നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് താത്തുമ്പോഴേക്കും അവർ ഓടി വന്നിട്ട് നമ്മുടെ മുഖത്തേക്കും ഫോണുമിലേക്കൊക്കെ അവർ ഈ സ്പ്രേ ഇങ്ങനെ ചീറ്റായിരുന്നു. ആ ചെറിയ വന്ന സ്പ്രേ ഒക്കെ ചീറ്റി ഞങ്ങൾ ആകെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ തന്നെ നമ്മൾ വേഗം ക്ലാസ് കയറ്റിയിടും. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് താത്തുമ്പോൾ വീണ്ടും അടുത്താണ് ഇവർ നമ്മൾ കണ്ടിട്ട് പുറകെ കൂടെ ഒക്കെ വന്നിട്ടാണ് ഈ സാധനം സ്പ്രേ ചെയ്യുന്നത്, നമ്മൾ പോലും കാണുന്നില്ല. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു. അതേ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ആ വഴി എന്തോ ഒരു റൗണ്ട് ബോട്ട് ചുറ്റി കറങ്ങുന്ന പോലെ, ഇതിൽ പോയി അതിൽ വന്നോന്ന് പറയണ പോലെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ആ ബ്ലോക്കിൽ തന്നെയാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി റോഡൊക്കെ ഒരു വലിയ ഇതൊന്നും ഇല്ലാണ്ടായപ്പോൾ നമ്മൾ വീണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വീണ്ടും താത്തി. അതും ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ പുറകിൽ നിന്ന് ഷീന്ന് പറഞ്ഞ് ഈ സ്പ്രേ അടിക്കുന്ന സൗണ്ട് പോലെ കേട്ടിട്ട് വീണ്ടും നോക്കി. ആ ഒരു നൂല് പോലത്തെ സാധനമാണ് അവരാ ചീറ്റുന്നത്. ഇവർ ഓവറായിട്ട് നമ്മുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ശ്വാസമൊന്നും കിട്ടൂല. ചിലതിൻ്റെ സ്മെല്ല് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടലും തലവേദനയും. എന്നാൽ ചിലതിൻ്റെ ഒക്കെ സ്മെല്ല് നല്ല സ്മെല്ലായിരുന്നു. പിന്നെ ചോക്ലേറ്റിൻ്റെ ഒക്കെ സ്മെല്ല് പോലെ. പക്ഷേ ചിലതൊക്കെ ഒരുമാതിരി ചീത്ത സ്മെല്ലായിരുന്നു. എന്തായാലും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ പോണ സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരിക്കാമെന്നേ പറയാനുള്ളൂ. അങ്ങനെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഷാബിയിലേക്ക് പോവാണ്. പോണ വഴി അൻസീനെ അവിടെ ഇറക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ബാങ്കിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക് ബാങ്കിൽ കയറി അവർക്കൊന്ന് പൈസ ഇടാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അൻസിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ കൊടുത്തില്ല, അതിന് ശേഷമാണ് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത്. കാക്ക അവളുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ തന്നില്ല എന്ന് പറഞ്ഞാലോ മെനി മെനി ഹാപ്പി റിട്ടേൺസ്. അത് ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ, അതവളെ കളിയാക്കിയതാണ്. ഇതൊക്കെ രസമല്ലേ. ഇതിൻ്റെ ഇടയിലും വന്നിട്ട് ഒരുത്തൻ നമ്മളെ മുഖത്തേക്ക് സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ബാങ്കിൽ കാക്കാമാർ കയറാൻ നേരത്ത് വണ്ടി നിർത്തിയിട്ടൊക്കെ ആയിരുന്നു. അതേപോലെ നമ്മൾ ഈ സ്മെല്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വണ്ടിയുടെ ഉള്ളിൽ നിൽക്കണം കണ്ടിട്ട് സ്മെല്ല് കുറച്ച് പോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ഗ്ലാസ് തുറന്നിട്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് അത് ഏതോ ബംഗാളി എങ്ങാണ്ട് വന്നിട്ട് അൻസിയുടെ മുഖത്തേക്കായിട്ട് ഫുള്ളായിട്ട് അടിച്ച്. അൻസിയുടെ മുഖത്തായി എൻ്റെ മേത്തുമായി. പക്ഷേ അത് ഭയങ്കര പെട്ടെന്നുള്ളൊരു അറ്റാക്കായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അൻസീനെ അവളുടെ റൂമിലിറക്കി. അവളുടെ റൂമിൽ പോയി ഞങ്ങൾ കേക്കൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ തിരിച്ച് ഷാബിയിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഏകദേശം ഒരു 11-12 മണി അടുത്തായി ഞങ്ങൾ ഷാബിയിലേക്ക് എത്തിയപ്പോൾ. ഡൈനോട്ട് എന്ന് പറഞ്ഞ കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. അവിടെ കയറിയിരുന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇച്ചിരി പോകുന്ന ഗ്ലാസ്സിൽ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വാങ്ങിച്ചില്ല, കിട്ടില്ല. അങ്ങനെ ഞാൻ 2 പൊറോട്ടയും മട്ടൻ്റെ ചട്ടിക്കറിയോ തവ റോസ്റ്റോ അതിൻ്റെ പേര് ഞാൻ മറന്നു, എനിക്കെന്തോ മനസ്സിലായില്ല. മട്ടൻ്റെ ഈ കറിയും കൂട്ടിയിട്ട് 2 പൊറോട്ട കഴിച്ചു. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. ഞങ്ങൾ നൂൽ പൊറോട്ടയും മട്ടൻ്റെ എന്തോ ചട്ടിക്കറിയോ തവക്കറിയോ അങ്ങനെ എന്താണ് പറഞ്ഞത്. പക്ഷേ സാധാരണ കറി പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതും പിന്നെ ഒരു ബീഫ് കറി മനസ്സിലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ നേരം മട്ടൻ കറി ഇങ്ങനെ ഇട്ട് ഇളക്കി കളിച്ചതിന് ശേഷമാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത് ഗൈസ്.
അത് കഴിഞ്ഞ് അപ്പം വെള്ളയപ്പം ഓർഡർ ചെയ്ത് വെള്ളയപ്പം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ വെള്ളയപ്പമായിട്ട് തോന്നിയില്ല, ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. എന്താ വെച്ചാൽ മധുരം ഉണ്ടായിരുന്നു. പാലപ്പമല്ല, സാധാരണ പാലപ്പത്തിനാണ് മധുരമൊക്കെ ഉണ്ടാവാറ്, പക്ഷേ ഇത് പാലപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തോ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഓർഡർ ചെയ്ത് പൈസ കൊടുത്തോളം സാധനമല്ലേ, കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഗൈസ് നാഷണൽ ഡേ പ്രോഗ്രാം. ഇതൊക്കെയായിരുന്നു. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.